വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസിൽ നിർണായക നീക്കത്തിന് CBI. പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് തേടും. ഇതിനായി കത്ത് നൽകാൻ CBI. പിണറായി സർക്കാരിന്റെ കാലത്ത് രേഖകൾ കിട്ടിയിരുന്നില്ല. രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, ഗുഡ് മോർണിംഗ്. ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് CBI. ഇനി കൂടുതൽ രേഖകൾ ആവശ്യമുണ്ട്. ഇത് പിണറായി സർക്കാരിന്റെ കാലത്ത് കിട്ടിയിരുന്നില്ല എന്നാണല്ലോ പറയുന്നത്. ഏതൊക്കെ രേഖകളാണ് ഇനി കിട്ടാനുള്ളത്? ഇത് എങ്ങനെ നിർണായകമാകും? മോത്തി, കഴിഞ്ഞ ദിവസം ലൈഫ് മിഷൻ അഴിമതി കേസിൽ CBI കുറ്റപത്രം നൽകിയിരുന്നു. ആദ്യഘട്ട കുറ്റപത്രമാണ് കൊടുത്തത്. 6 പേർക്കെതിരെയായിരുന്നു കുറ്റപത്രം. പക്ഷേ ഇതിൽ 7th അക്യൂസ്ഡായി നേരത്തെ ശിവശങ്കരൻ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ശിവശങ്കർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള അന്വേഷണം ഇനി മുന്നോട്ട് നീക്കേണ്ടതായിട്ടുണ്ട് CBI സംബന്ധിച്ചിടത്തോളം. അപ്പോൾ CBI ഒരു നിർണായക നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ, ഇപ്പോൾ UDF സർക്കാരാണ് പുതിയ കഴിഞ്ഞ 10 വർഷം LDF സർക്കാരായിരുന്നു. UDF സർക്കാരിന് ഒരു കത്ത് നൽകാനാണ് ഇപ്പോൾ CBI ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കുന്നത്. അതായത് കുറേ രേഖകൾ കിട്ടാനുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പ്രത്യേകിച്ചും ശിവശങ്കറിന്റെ അടക്കം റോളുകൾ, കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെങ്കിൽ ഈ രേഖകൾ അത്യന്താപേക്ഷിതമാണ്. മുൻപ് പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത്തരം ചില രേഖകൾ കിട്ടിയിരുന്നില്ല എന്നതാണ് CBI സംഘം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അന്ന് വിജിലൻസ് സ്വാഭാവികമായിട്ടും കേസെടുത്തു. വിജിലൻസ് ചില രേഖകളടക്കം പിടിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലടക്കം മുൻപ് വ്യവഹാരങ്ങളൊക്കെ തന്നെ ED-യുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നടക്കുകയും ചെയ്തിരുന്നു, അന്നത്തെ ക്രൈംബ്രാഞ്ചൊക്കെ തന്നെ. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI ഒരു കത്ത് നൽകാനാണ് പോകുന്നത്. ആ കത്തിന്റെ ഭാഗമായിട്ട് കുറെ രേഖകൾ ആവശ്യപ്പെടും. ആ രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ പബ്ലിക് സർവൻസിന്റെ അടക്കം പങ്കാളിത്തം സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ ഇതിൽ നിർണായകമാണ് എന്ന കാര്യമാണ് CBI വ്യക്തമാക്കുന്നത്. UV ജോസിനെ അടക്കം നേരത്തെ CBI ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ കേസിൽ, അതായത് ലൈഫ് മിഷൻ കേസിൽ ED കേസ് എടുത്തിരുന്നു മുൻപ്. ആ കേസിൽ നേരത്തെ ശിവശങ്കറിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത് ED കേസിലാണ്. എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി തുടർ അന്വേഷണം, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിക്രമങ്ങൾ ഇപ്പോൾ CBI നീക്കാൻ ആലോചിക്കുന്നത്.